മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറുക തന്നെയാണ് ജി സുധാകരൻ. മുഖ്യമന്ത്രി വിളിച്ചില്ല എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് ജി സുധാകരൻ. അതേസമയം ഒന്നല്ല 3 വട്ടം ജി സുധാകരനെ വിളിച്ചുവെന്നും കിട്ടിയില്ലെന്നും പിണറായി വ്യക്തമാക്കുകയാണ്. അഭിമുഖം കണ്ടിട്ട് പറയാമെന്ന് സുധാകരനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്നും വലിയ വഞ്ചനയെന്നും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും CPM പറയുമ്പോൾ സുധാകരനും വലിച്ചു കീറുകയാണ്. പാർട്ടിക്കെതിരെ പരസ്യസൂചനകൾ നൽകിയ സമയത്ത് ജി സുധാകരനെ 3 തവണ വിളിക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി സുധാകരനോട് ഒരു അവഗണനയും കാട്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തകൾ ചിലത് വന്നെങ്കിലും പാർട്ടിക്കെതിരെ നിലപാട് സുധാകരനിൽ നിന്നുണ്ടാകുമെന്ന് കരുതിയില്ല. ഗൗരവമായി ചിലത് സംഭവിക്കാൻ പോകുന്നുവെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചെങ്കിലും ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റിംഗ് ചെയ്തെങ്കിലും എടുത്തില്ല. മറ്റെന്തോ കാര്യത്തിലായിരിക്കുമെന്ന് വിചാരിച്ച് 3ാമത് വിളിച്ചു. അപ്പോഴും എടുക്കാതിരുന്നപ്പോൾ ബോധപൂർവമാണെന്ന് തോന്നി. പലതവണ താൻ ബന്ധപ്പെടാൻ ശ്രമിച്ച കാര്യം സുധാകരനെ ജില്ലാ സെക്രട്ടറി ആർ നാസർ അറിയിച്ചെങ്കിലും കോൾ കണ്ടില്ലെന്നായിരുന്നു മറുപടി. അപ്പോൾ വിളിച്ച് കണക്ട് ചെയ്യാമെന്ന് നാസർ പറഞ്ഞെങ്കിലും ഇപ്പോൾ വേണ്ടെന്നും വിളിച്ചു കൊള്ളാമെന്നുമുള്ള പ്രതികരണമാണ് സുധാകരനിൽ നിന്നും ഉണ്ടായത്. മുൻപ് പാർട്ടിയുടെ പ്രധാനിയും അവസാന വാക്കായി നിന്നവർ പ്രായപരിധിയുടെ പേരിൽ മാറുമ്പോൾ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലുണ്ടാകാം. ആ സാഹചര്യം ഉൾക്കൊള്ളാൻ സുധാകരനെ പോലെ ഒരാൾക്ക് കഴിയേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ജി സുധാകരനും കണ്ണൂരിലെ TK ഗോവിന്ദനും പാർട്ടിയോട് വഞ്ചന കാട്ടി. അവരും V കുഞ്ഞികൃഷ്ണനും എതിരാളികളുടെ കോടാലി കൈകളായി മാറി. അത് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. എന്നാൽ ദീർഘകാല പാർട്ടി പാരമ്പര്യമുള്ള ഇവർ ഇങ്ങനെയൊരു നിലപാടെടുത്തത് ഗൗരവത്തോടെ പാർട്ടി കാണുന്നു. PK ശ്യാമള എന്ന വ്യക്തിക്കാണ് തളിപ്പറമ്പ് സീറ്റ് നൽകിയത്, അല്ലാതെ MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയ്ക്കല്ല. തളിപ്പറമ്പ് സീറ്റിൽ ഒരു വനിതയെ നിർത്താൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഉയർന്നു വന്നത് ശ്യാമളയുടെ പേരാണ്. KK ശൈലജയെ ഭാവി മുഖ്യമന്ത്രിയായോ പിൻഗാമിയായോ ജനങ്ങൾ കണ്ടിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊരു ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന രീതി CPMന് ഇല്ല എന്നാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും അതത് സാഹചര്യത്തെ സമയത്തെ പരിഗണിച്ചാണ് തീരുമാനിക്കുന്നത് എന്നായിരുന്നു മറുപടി. കുറച്ച് മണ്ഡലങ്ങളിൽ പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് AN ഷംസീർ തലശ്ശേരിയിൽ നിന്ന് ഒഴിഞ്ഞതും മട്ടന്നൂരിൽ നിന്നും ശൈലജയെ മാറ്റി പേരാവൂരിൽ തീരുമാനിച്ചതും. ശബരിമല യുവതീ പ്രവേശത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയ നിലപാട് 2006 തന്നെ പറഞ്ഞതാണെന്നും പിണറായി പറഞ്ഞു. ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി TV ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ലെന്ന മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലായതിനാൽ അഭിമുഖം കാണാൻ കഴിഞ്ഞില്ല. അഭിമുഖം കാണാതെ പ്രതികരിക്കാനാവില്ലെന്നും സുധാകരൻ മറുപടി നൽകി. രക്തസാക്ഷികളുടെ ലേബലിൽ വളർന്ന ജനപ്രതിനിധിയും മന്ത്രിയുമായ ശേഷം പ്രസ്ഥാനത്തിന്റെ ചങ്കൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജില്ലയിൽ ജയിക്കാമെന്ന UDFന്റെ വ്യാമോഹം നടപ്പാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ. കോൺഗ്രസ് നേതാവ് K സുധാകരൻ കാട്ടിയ രാഷ്ട്രീയ മര്യാദ പോലും ഇല്ലാത്തയാളാണ് പ്രസ്ഥാനത്തിന്റെ കരുത്തിൽ അധികാരത്തിലേറി ജനങ്ങളുടെ മെക്കിട്ട് കയറുന്ന വിസ്മയമെന്ന് പറഞ്ഞായിരുന്നു ജി സുധാകരനെതിരായ സജി ചെറിയാന്റെ പരോക്ഷ വിമർശനം.